ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി കുബൂസാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണത്. കാരണം നമുക്ക് പുറത്ത് പോയിട്ടൊക്കെയാണ് നമ്മൾ കുബൂസ് എപ്പോഴും കഴിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് കുബൂസ് തയ്യാറാക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുബൂസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കുബൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വയ്ക്കുക. കുഴച്ചെടുക്കാൻ പാകത്തിനുള്ളൊരു പാത്രം എടുക്കുക. അതിലോട്ട് ഈ മൈദ ഇട്ട് കൊടുക്കുക. ഈ കപ്പിലെ മൈദയിൽ നിന്ന് 2.5 ടീസ്പൂൺ മൈദ നീക്കി വയ്ക്കണം. ഇതിലേക്ക് നീക്കി വെച്ചിട്ടുള്ള ഗ്ലാസ്സിലെ വെള്ളം ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. ഒരിക്കലും മൊത്തം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടേ കുഴയ്ക്കാൻ പാടുള്ളൂ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. ആദ്യമൊക്കെ കയ്യുമ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. പിന്നീട് അത് കുഴച്ച് വരുമ്പോൾ നമുക്ക് കയ്യിലൊന്നൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ആക്കി കിട്ടും. അപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നമ്മുടെ വൃത്തിയുള്ള കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ച് പൊടി തൂവിയിട്ട് വീണ്ടും നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് അമർത്തി തന്നെ നന്നായി കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഉരുണ്ട ഷേപ്പിലാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തേക്കും ഒഴിച്ചു കൊടുക്കുക. കൈകൊണ്ട് തന്നെ ആക്കി കൊടുക്കുക. അത് ശേഷം ഇതൊന്ന് മൂടി, നല്ല അടച്ചുറപ്പുള്ള ഒരു മൂടി എടുത്ത്, വായു കടക്കാത്ത ഈർപ്പൊന്നും തട്ടാത്തൊരു മൂടി ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അടച്ചു വയ്ക്കണം. ഒരു 2 മണിക്കൂറോളം നമ്മളത് മാറ്റി വയ്ക്കുക തന്നെ വേണം. 2 മണിക്കൂറിന് ശേഷം അത് തുറന്ന് നോക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഇരട്ടി വലിപ്പത്തിൽ, നമ്മൾ കുഴച്ച് വെച്ച ഇതിൻ്റെ ഇരട്ടി വലിപ്പത്തിൽ നമുക്ക് പൊന്തി വന്നിട്ട് കിട്ടും. ഇത് നമുക്ക് വീണ്ടും എടുത്തിട്ട് വീണ്ടും മെല്ലെ കുഴച്ചതിന് ശേഷം ബോൾസുകളാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനെടുത്തൊരു കപ്പളവിൽ നിന്ന് ഒരു 7 ബോൾസ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഓരോ ബോൾസിനും വീണ്ടും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ പൊടി തൂവിയിട്ട് ആദ്യം കൈകൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം അതിനെ പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്താൻ പാടില്ല, ഒത്തിരി കട്ടിയിലാണ് അത് പരത്തേണ്ടത്. റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടാനായിട്ട് നോക്കുക. അങ്ങനെ പരത്തിയെടുത്ത് എല്ലാതും പരത്തിയെടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം ഇടുന്ന ഭാഗം കുറച്ച് ചൂടാക്കിയതിന് ശേഷം മറച്ചിട്ടിട്ട് കുറച്ചധികം സമയം വേവിച്ചെടുക്കണം. മെല്ലെ മറച്ചിടും വേണം. മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് കുബൂസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ച് ഓരോ കുബൂസുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുബൂസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പുറത്ത് പോയി കടയിൽ നിന്ന് പോയി വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഗ്രേവി ആയിട്ടുള്ള കറികളോ മസാലക്കറികളോ എന്തോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ കുബൂസ് ഉണ്ടാക്കുന്നത് മനസ്സിലാകിയല്ലോ. എല്ലാവരും കുബൂസ് ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത് കാണുന്ന ചുമന്ന ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.